ഇത് കണ്ടില്ലേ, ചക്ക പഴുത്ത് പൊഴിഞ്ഞ് കിടക്കുന്നത്. ഇതൊരു വലിയൊരു പ്ലാവാണ്, പ്ലാവിൻ്റെ ചുവട്ടിൽ കിടക്കുക. ഇതിൻ്റെ വില മലയാളിക്ക് അറിയത്തില്ല. ഇത് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം ഇതിൻ്റെ വില അറിയണമെങ്കിൽ. ഒരു ചക്കയുടെ ഒരു ചുള, അതായത് ഈ ഒരു പഴമുണ്ടല്ലോ ഇതിനകത്ത്, അതിന് തന്നെ തമിഴ്നാട്ടിൽ 5 രൂപ വിലയാണ്. എന്നാൽ അത് ഇവിടം വിട്ട് UP, ബീഹാർ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 10-15 രൂപയാണ്. ഒരു ചക്കയ്ക്ക് 300, 350, 500 രൂപ, അതിൽ കൂടുതലുമാണ് വിലയെന്നാണ് അറിവ്. അതുപോലെ ഡൽഹി സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 10-15 കിലോ വെയിറ്റുള്ള ചക്കയ്ക്കാണ് ഡിമാൻഡ് എന്നാണ് അറിവ്. ഇവിടെ താണ്ട് ആർക്കും വേണ്ടാതെ യാതൊരുവിധ വിഷവുമില്ലാത്ത ചക്ക പ്ലാവിൻ്റെ ചുവട്ടിൽ പഴുത്ത് പൊഴിഞ്ഞ് കിടക്കുന്നു. ഇനിയും പഴുത്ത് പൊഴിയാനായിട്ട് കാത്തിരിക്കുന്ന കുറേ ചക്കകൾ കൂടി ഇതിൽ കിടപ്പുണ്ട്. ഇതൊരു കുറേ ഉൾപ്രദേശം, കാട്ടുപ്രദേശമായത് കാരണമാണെന്ന് തോന്നുന്നു കൂടുതൽ ജനവാസമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാം ഇവിടെ പഴുത്ത് പൊഴിഞ്ഞ് കിടക്കുക. താപ്പുകൂട്ടും കിടപ്പുണ്ട്, കാടിനകത്ത് കുറേ ചക്കകൾ കിടപ്പുണ്ട്. അതുപോലെ കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അടുത്ത ഒരെണ്ണം പൊഴിഞ്ഞ് കിടക്കുന്നു. ഇത് ഞാനീ കാണിച്ചിരിക്കുന്നത് കേരളത്തിലെ ഒരു സ്ഥലത്തുള്ളതാണെങ്കിൽ, അതായത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ 100-1 പ്രദേശത്തുള്ള ഒരു കാഴ്ചയാണ് ഈ കാണിക്കുന്നതെങ്കിൽ, കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ചക്കക്കാലത്ത്. എന്നാൽ കേരളത്തിലും ചക്ക വില കൊടുത്ത് വാങ്ങിക്കുന്ന പ്രദേശങ്ങളുണ്ടെന്നാണ് അറിവ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് അടുത്തൊക്കെയുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ അവിടെ നിന്ന് പ്ലാവിൽ ചക്കയൊന്നും പിടിക്കത്തില്ല, അവിടേക്കുള്ള ഒരു വില കൊടുത്ത് വാങ്ങിക്കുകയാണെന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.